നമസ്കാരം. ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. ഇപ്പോൾ നിരവധി ആൾക്കാർ യന്ത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ദേഹത്ത് ധരിക്കാനും സാധിക്കും. നമ്മുടെ വീടുകളിലേക്കും ഓഫീസിലേക്കും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. അത് ഓരോ ബിസിനസ് ആ ബിസിനസ്സിൻ്റെ ഇപ്പം റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അതങ്ങനെ, മറ്റ് കമ്പനി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോന്നിനും പ്രത്യേകമായ ദേവതയുടെ യന്ത്രങ്ങൾ വേണം യഥാവിധി പൂജിച്ച് നമ്മൾ വയ്ക്കുക. എങ്കിലാണ് നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ യന്ത്രങ്ങൾ ധരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാവരും പൊതുവേ സുദർശന യന്ത്രം ചോദിക്കും. അങ്ങനെ പാടില്ല. നമ്മുടെ ജാതകം പരിശോധിച്ച് അവിടെ എന്താണോ വീക്ക് അതനുസരിച്ചും അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ കരിയർ ഉയർച്ചയാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസമാണെങ്കിൽ അങ്ങനെ, ധനലാഭമാണെങ്കിൽ അങ്ങനെ, അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച ദേവതയുടെ യന്ത്രം വേണം നമ്മൾ എഴുതി നമ്മൾ ധരിച്ചിടാൻ. അങ്ങനെ ഇട്ടാൽ മാത്രമാണ് നമുക്ക് അനുയോജ്യമല്ലാത്ത ദേവതയുടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതികൂല ഫലങ്ങൾ വരും. അത് പാടില്ല. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോക്കി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കൃത്യമായിട്ട് നോക്കി പഠിച്ചതിന് ശേഷം ഏത് ദേവതയാണ് നമുക്ക് അനുകൂലമെന്ന് നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ദേവതയുടെ യന്ത്രങ്ങൾ ഇടുക. അത് ഗോൾഡിനകത്ത് ഇടാം. അതുപോലെ തന്നെ വെള്ളി ആയാലും കുഴപ്പമില്ല. അതിനകത്ത് പവറിന് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല ആചാര്യന്മാരും പെട്ടെന്ന് എഴുതി കൊടുക്കാറുണ്ട്, വളരെ ടൈം എടുത്ത് എഴുതി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്നിവിടെ, ഞാൻ അടുത്ത ആഴ്ച പോവാണ്, എനിക്ക് വേണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സ്വതവേ എടുക്കുമ്പോൾ ഞാൻ ഒരാളുടെ നിന്നൊരു ഓർഡർ ഇങ്ങനെ മേടിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കി പറഞ്ഞതിന് ശേഷം മിനിമം ഒരു 4 തൊട്ട് 5 മാസമെങ്കിലും എനിക്ക് വേണമെന്ന് ഞാൻ പറയാറുണ്ട്. അത് മാത്രമല്ല, പറയുന്ന സമയത്ത് തരില്ല എന്നും കൂടെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയും. ഒരു വാക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും എൻ്റെ ഒരു ഗുരുപദേശപ്രകാരം 41 ദിവസം കൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ. ഇതിൻ്റെ പൂജാവിധി ഉണ്ട്, എഴുതണം. എഴുതി അത് പൂജ ചെയ്ത് ഹോമം ചെയ്ത് തർപ്പണം കഴിഞ്ഞ് ജപമുണ്ട്. അത്രയധികം ജപം ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പ്രതിഷ്ഠ ചെയ്യുക ആ വിധികളെല്ലാം നമ്മൾ ഈ യന്ത്രത്തിൽ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ പൂർണ്ണ ഫലം ഭാവിയിലേക്ക് നിൽക്കുള്ളൂ. ഇപ്പോൾ ഇത് ധരിച്ചു 1 വർഷത്തേക്കാണ്, അങ്ങനെയല്ല. ഇത് ജീവിതകാലം മുഴുവൻ നമുക്ക് ധരിക്കാം. ഇപ്പോൾ വെള്ളിയാണെങ്കിൽ ചില ആൾക്കാരുടെ വിയർപ്പിൻ്റെ ഇത് കാരണം ചിലപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ അത് ദ്രവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, കറക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് ദ്രവിച്ച് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം. പക്ഷെ എന്തായാലും ആ ഒരു ടൈം പീരീഡ് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ 40 ദിവസത്തെ പൂജയൊക്കെ ചെയ്യുമ്പോഴേക്കും അതിന് എല്ലാവിധ ശക്തികളും അതുണ്ടാവും. അത് ലൈഫ് ലോങ് ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് ഇവിടുന്ന് കൊടുക്കുക. എന്തിനായി 40 ദിവസം 4-5 മാസം എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവില്ല. പല ആൾക്കാർ വിളിക്കുമ്പോൾ അറിയാൻ പറ്റും ഞാൻ വിദേശത്തുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് പൂജയ്ക്ക് വല്ല ഇവിടെ തന്നെ പരിഹാരങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്നും എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് യന്ത്രങ്ങളുടെ കാര്യങ്ങൾ, ഏലസുകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു 4-5 മാസം കിട്ടിയാൽ എനിക്കൊരു 40 ദിവസം അതിനകത്ത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ ഏലസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, പറയുന്ന ഒരു സമയം എനിക്ക് തരാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടി ഞാൻ അവരോട് പറയാറില്ല. ഇത് അയച്ചു കൊടുക്കാൻ പാടില്ലെന്നാണ് പൊതുവേ പറയുന്നത്. നമ്മൾ ഇത്രയും പൂജകളും ഹോമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദൈവിക ശക്തി തീർച്ചയായിട്ടുമുണ്ട്. അത് ചുമ്മാ ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ് പോസ്റ്റ്മാൻ്റെ കയ്യിലോ അല്ലെങ്കിൽ കൊറിയർ വഴി അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നേരിട്ട് ആ വ്യക്തി തന്നെ, അല്ലെ ആ വ്യക്തിയുടെ റിലേറ്റീവോ നേരിട്ട് വന്ന് ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യണം. അല്ലെ ഇവിടുന്നായാലും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഏത് ആചാര്യം കൊണ്ട് ചെയ്യിച്ചാലും അത് അവിടെ ചെന്ന് തന്നെ നേരിട്ട് നിങ്ങൾ മേടിച്ചാൽ അത് വളരെ നല്ലതാണ്. ഇതങ്ങനെ പോസ്റ്റൽ വഴി മേടിക്കാൻ സാധനമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ചോദിക്കുമ്പോൾ കൊറിയർ വഴി അയച്ചു കൊടുക്കില്ല, 4-5 മാസമൊക്കെ എടുക്കും. അതുപോലെ ചിലവ് ഒരല്പം കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത്രയും പൂജകളും ഹോമങ്ങളും ചെയ്യണം, അതിൻ്റെ ജപവും കാര്യങ്ങളും തർപ്പണം എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും സമയവും ചിലവും ഒരല്പം കൂടുതലുണ്ടാവും. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അല്ല പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് എനിക്ക് അടുത്ത ഫ്ലൈറ്റിന് മുമ്പ് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തു തരാൻ സാധിക്കില്ല.
വേണേ പറ്റിക്കാം, പക്ഷെ അത് നമ്മുടെ കർമ്മത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. ഈ ഏലസ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ടും എഴുതി തരുന്ന വ്യക്തി, ആചാര്യൻ പറയേണ്ടതാണ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും നോൺ വെജ് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് മരണപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം നോൺ വെജ് കഴിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? എല്ലാവരും കഴിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ധരിച്ചു എന്നോർത്ത് നോൺ വെജ് കഴിക്കാൻ പാടില്ലേക്കില്ല. അങ്ങനെ നോക്കിയാൽ ആർക്കും ഏലസ് ധരിക്കാൻ സാധിക്കില്ല. പിന്നെ ഇത് ധരിച്ചാൽ 24 മണിക്കൂർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം, അഴിച്ചു വയ്ക്കാൻ പാടില്ല. ഇതിനകത്ത് ദേവതാ ചൈതന്യമുണ്ട്. ആ ചൈതന്യം നമ്മളിലേക്ക് ലയിക്കണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആവണം. ആ ദേവത എന്ന് പറയുന്നത് നമ്മളായിട്ട് ബന്ധമുള്ള ദേവതയാണ്. നമ്മുടെ ജാതകം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിയിലെ, ആ ജാതകത്തിലെ അനുയോജ്യമായ ദേവതയുടെ ആണ് ഏലസ് എഴുതിയിടുന്നത്. അപ്പം ആ ദേവത നമ്മളുമായിട്ട് ബന്ധമുണ്ട്, അത് ലയിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഏലസ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയാലും, അല്ലെ അത് ദ്രവിച്ചത് ആ വെള്ളി മുഷിഞ്ഞ് പോയി കഴിഞ്ഞാലും, നമ്മളിപ്പോൾ ധരിക്കുന്നതിനേക്കാളും പവറ് ആ 10 വർഷത്തിന് ശേഷം നമ്മുടെ ദേഹത്ത് ഇല്ലെങ്കിൽ പോലും ആ ശക്തി അവിടെ ഉണ്ടാവും. ആ രീതിയിൽ എഴുതി പൂജിച്ചിട്ടാൽ മാത്രം. അല്ലാതെ ഇത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് അങ്ങനെ പറഞ്ഞൊന്നും ഏലസ് ഇല്ല. ഇത് ലൈഫ് ലോങ് ആര് ചെയ്താലും അത് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഗോൾഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ദ്രവിച്ചു പോവില്ല, അത് കിടക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അതൊക്കെ പ്രായോഗികമാണോ എന്നറിയില്ല. മറ്റൊരു കാര്യം, ഈ മരണപ്പെട്ട സ്ഥലത്ത് പോകുമ്പോൾ കഴിവതും നമ്മൾ പോകുന്നതിന് മുമ്പ് അഴിച്ച് വച്ചിട്ട് പോകുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. സിൽവറിലാണെങ്കിൽ, ഗോൾഡിലാണെങ്കിൽ ഞാൻ അഴിച്ചു വയ്ക്കാറൊന്നുമില്ല. എപ്പോഴും എൻ്റെ ദേഹത്തുണ്ട്, ഞാൻ അഴിച്ചു വയ്ക്കാറേ ഇല്ല. 24/7 ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇതാണ് വെള്ളിക്ക് അങ്ങനെ പറയുന്നത്. അശുദ്ധിയുടെ, ഇപ്പോൾ സ്വർണ്ണത്തിന് അശുദ്ധിയില്ല എന്ന് പറയും, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ജസ്റ്റ് പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. തൊടുന്ന ആ ബോഡിയൊക്കെ തൊടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഴിച്ചു വയ്ക്കുക. അങ്ങനെയൊക്കെ പൊതുവേ കാണാന്മാർ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ ശരീരത്ത് വേണം, അത് ദേവതയാണ്. അപ്പോൾ ആ ഒരു ചിന്തകളും പ്രവൃത്തികളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. ഏലസ് ഇട്ടിട്ട് മറ്റ് മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ ഒരു ദേവതയാണ് നമ്മളിലുള്ളത് എന്ന് പറഞ്ഞ് നല്ല സത്പ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് തന്നെ അത് അറിയാനും സാധിക്കും. ആ ജീവിതത്തിൽ തന്നെ ആ നല്ലൊരു ഫലം നമുക്കുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏലസ് എഴുതുമ്പോൾ ആ ആചാര്യനോട് ചോദിക്കുക ഏത് ഏലസാണെന്ന്. തീർച്ചയായിട്ടും ആചാര്യൻ പറയും. ആ ഏലസ് തിരിച്ച് വാങ്ങുമ്പോൾ ഏത് ദേവതയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ മന്ത്രം അല്ലെ ഏത് നാമമാണ് നമ്മൾ ദിവസവും ജപിക്കേണ്ടത് എന്നും കൂടെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ആ നാമം കൊണ്ട് ദിവസവും ജപിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ഫലസിദ്ധി വർദ്ധിക്കുകയും ഫാസ്റ്റായിട്ട് നമുക്ക് ആ ഏലസിറ്റിൻ്റെ ചേഞ്ചസ് നമുക്ക് അറിയാനും കൂടെ സാധിക്കും. അപ്പോൾ ദേവതയ്ക്ക് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്താൽ ദിവസവും പൂജാതി കാര്യങ്ങളുണ്ട്. ആ പൂജയിലൂടെയും മറ്റ് പ്രാർത്ഥനയിലൂടെയും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് ശക്തി വർദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജപിച്ചാൽ ആ ഏലസിൻ്റെ ശക്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ലൈഫിനെ തന്നെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഏലസ് ധരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ധരിക്കുകയുള്ളൂ. അല്ലാതെ ഏലസ് എല്ലാവരും ധരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വെറുതെ ഒന്നും ഏലസ് ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ പൈസ കൊണ്ട് കളയേണ്ട ആവശ്യവുമില്ല. ആവശ്യമാണ് എങ്കിൽ മാത്രം ധരിക്കുക എന്നാണ് ഇതിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ലാതെ ധരിക്കാനുള്ളതല്ല ഏലസ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഷോയ്ക്ക് വേണ്ടിയിട്ട് ആരും ധരിക്കേണ്ട. ഈ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. നമസ്കാരം.